എന്താ പ്രശ്നം? ആ പ്രശ്നം പറയുന്നതിന് മുമ്പേ ഞാൻ നിനക്കൊരു വീഡിയോ കാണിച്ചു തരാം. വീഡിയോ? അതെ, നിനക്കത് ഇഷ്ടപ്പെടും. കാണ്. പെടുന്നോ ഇന്ന് 12 പരിപാടികളാണ്. ഇലക്ഷൻ ആയാലും കണക്ക് തന്നെ, ഇലക്ഷൻ കഴിഞ്ഞാലും കണക്ക് തന്നെ. മക്കളെ എവിടെയെങ്കിലും എത്തിച്ചിട്ട് വേണം ഒന്ന് വിശ്രമിക്കാൻ. വനിതാ സീറ്റില് നിന്റെ പേരും വന്നതാ. പിന്നെ നിനക്കിതിലൊന്നും വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാനത് പ്രോത്സാഹിപ്പിച്ചില്ലായിരുന്നു. നീ ജയിച്ചു മന്ത്രി എങ്ങാനും ആയിരുന്നെങ്കിൽ ഞാൻ പിൻസീറ്റിലിരുന്ന് ഡ്രൈവ് ചെയ്തേനെ. അയ്യോ, എനിക്ക് വയ്യേ. അടുക്കള ഭരണം തന്നെ എന്നെ കൊണ്ട് നേരെ ചുവേ മുന്നോട്ട് കൊണ്ടുപോകാൻ വയ്യ. അങ്ങനെയുള്ള ഒരാളാ ഇനിയിപ്പൊ നാട് ഭരിക്കാൻ പോകുന്നത്. ആഹാ, ദേ ഹരിതമോള. മോളെ, അച്ഛൻ ഇറങ്ങിയിട്ട് നിന്നെ അങ്ങോട്ട് വിളിക്കാനിരുന്നതാ. സുഖാണോ മോളെ നിനക്ക്? സുഖാമേ. വന്ദനേച്ചി എന്റെ കാര്യങ്ങളെല്ലാം നന്നായിട്ട് നോക്കുന്നുണ്ട്. എനിക്കിപ്പോഴും ഒരു കുറവുമില്ല. നന്നായിരിക്കട്ടെ മോളെ. മോളുടെ വായിന്ന് ഇത് കേട്ടപ്പോ തന്നെ സന്തോഷായി. ദേ ഹരിതമോള സംസാരിക്കുന്നേ. സ്പീക്കറിലിട. അച്ഛന്റെ പൊന്നുമോളെ സുഖാണോ? സുഖാണ് അച്ഛാ. അതെ, ഈ സമയത്ത് ആരോഗ്യം നന്നായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ പൈസക്ക് എന്തെങ്കിലും അത്യാവശ്യം കൊണ്ട് ചോദിക്കാൻ മടിക്കണ്ട. ഇപ്പൊ തന്നെ അക്കൗണ്ടിലേക്ക് ഇട്ട് തരാം. ഇവിടെ ഒരു കുറവുമില്ല അച്ഛാ. എല്ലാവരും എന്നെ പൊന്നുപോലെ നോക്കുന്ന. ശരി, മോളമ്മയോട് സംസാരിച്ചോ. ആ മോളെ. അമ്മേ, ഇവിടെ ഒരു കള്ളം കേറി. എന്നിട്ട്? വീട് പണിക്ക് വെച്ചിരുന്ന 25 ലക്ഷം രൂപ മോഷണം പോയി. അയ്യോ അയ്യോ, അത് വലിയ കഷ്ടായി പോയല്ലോ മോളെ. അമ്മേ, ഞാൻ വിളിക്കാവേ, ആരോ വന്നു. കഷ്ടമായി പോയി. വീട് വെക്കാൻ വെച്ചിരുന്ന പൈസ കള്ളന്മാര് കൊണ്ടുപോയെന്ന്. അതെ, കള്ളൻ കപ്പലിൽ തന്നെ ആയിരിക്കും. മനസ്സിലായില്ല. ഈ മാധവൻ നായരുടെ പണം മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അത് മാധവൻ നായരുടെ മക്കള് തന്നെയായിരിക്കും. പണ്ടും അങ്ങനെ തന്നെയാണല്ലോ നടന്നിട്ടുള്ളത്. അതിൽ മോഷ്ടിക്കാൻ സാധ്യത കൂടുതൽ ജോലിയും കൂലിയുമില്ലാതെ നടക്കുന്ന നിന്റെ മരുമകൻ മനോജിന് തന്നെയാണ്. ഓ, അല്ലെങ്കിലും മനോജിനെ കുറ്റപ്പെടുത്താൻ കിട്ടുന്ന ഒരവസരവും നിങ്ങൾ കളയാറില്ലല്ലോ. ഇല്ല, കളയില്ല. വെറുതെ ഒരാളെ കള്ളനാക്കുന്നത് അത്ര നല്ല പരിപാടിയല്ല. ഇനി ഇതിന്റെ പേരിൽ എന്റെ മാനം പോകുന്ന എന്റെ പേടി. എടി, ഇതാണ് മുതിർന്നവർ പറയുന്നത്. ചേരേണ്ടവർ തമ്മിലേ ചേരാൻ പാടുള്ളൂ. നീ ഇനി ഇതിന്റെ പേരിൽ CBI അന്വേഷണം ഒന്നും ആവശ്യപ്പെട്ടേക്കരുത്. മനുഷ്യനെ ഇവിടെ കിടന്ന് ഉറങ്ങാനുള്ളതാ. മോനെ, ജഗ, എല്ലാം പോയടാ മോനെ. പണവും വിശ്വാസവും ഒക്കെ. ഇപ്പൊ മാധവൻ ചതിയനാ, പറഞ്ഞു പറ്റിക്കുന്നവൻ, വിശ്വസിക്കാൻ കൊള്ളാത്തവൻ. എന്താച്ചാ, എന്താണ്ടായേ? വന്ദനെ, എന്താ സംഭവിച്ചത്?
വന്ദനെ, അവസാനം വീടിന്റെ കഥ കടച്ചാരാ? ഞാനാ. കൊടുത്തൊക്കെ ഇട്ടായിരുന്നു സുചിത്ര എടുത്തി. എല്ലാം കൃത്യമായിട്ട് പൂട്ടിയതാ. എന്റെ കാതിലും കഴുത്തിലും കിടന്നതൊന്നും പോയതുമില്ല. ചേട്ടാ, പോലീസിനെ അറിയിക്കണ്ടേ? വിളിക്കാം. ഹലോ സാർ, ഞാൻ ജഗനാണ്, കരുണാകരക്കുറുപ്പിന്റെ മകൻ. ആ പറയൂ ജഗ. സാർ, ഒരു മോഷണം നടന്നിട്ടുണ്ട്. എവിടെ? ജഗ, ഒരു റിട്ടേൺ കംപ്ലൈന്റ് വേണം. ഞാനത് അന്വേഷിക്കാം. 10-25 ലക്ഷം രൂപ ഇക്കാലത്ത് വീട്ടിൽ സൂക്ഷിക്കുന്നത് തന്നെ അബദ്ധമല്ലേ? ആ, ഒരു കംപ്ലൈന്റ് കൊടുത്തേക്ക്. ആ, ഓക്കെ സാർ. ഓക്കെ ഓക്കെ, ശരി. ഫോൺ ചെയ്തിട്ട് എന്തായി? പോലീസ് അന്വേഷിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവർക്കൊരു റിട്ടേൺ കംപ്ലൈന്റ് കൂടി കൊടുക്കണം. അച്ഛൻ ടെൻഷൻ അടിക്കണ്ട, പോലീസ് അന്വേഷിക്കട്ടെ. ഞാനൊന്ന് സ്റ്റേഷൻ വരെ പോയിട്ട് വരാം. പ്രകാശേട്ടൻ എന്താ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത്? വീട്ടിലെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. നീ രാവിലെ അങ്ങോട്ട് ഇറങ്ങിപ്പോയതുകൊണ്ടേ നീ അറിഞ്ഞു കാണില്ല. എന്താ പ്രശ്നം? ആ, പ്രശ്നം പറയുന്നതിന് മുമ്പേ ഞാൻ നിനക്കൊരു വീഡിയോ കാണിച്ചു തരാം. വീഡിയോ? അതെ, നിനക്കത് ഇഷ്ടപ്പെടും. ദാ കാണ്. ഇത് നീ ഡിലീറ്റ് ചെയ്യണ്ട. ഇതിന്റെ 5-6 കോപ്പി എൻ്റെ കയ്യിലുണ്ട്. അരക്കള്ളൻ, മുക്കാൽ കള്ളൻ, കേറുകള്ള. പോകാൻ കള്ള.